സൈന്യത്തെ ലക്ഷ്യമിട്ടുള്ള ഇറാന്റെ മിസൈൽ ആക്രമണങ്ങളുടെ കൃത്യതയിൽ വിദേശ രാജ്യങ്ങളുടെ സഹായം ലഭിക്കുന്നുണ്ടോ എന്ന് സംശയം. കഴിഞ്ഞ വെള്ളിയാഴ്ച ജോർദാനിൽ ഇറാൻ നടത്തിയ ആക്രമണത്തിൽ 2 US സൈനികർ കൊല്ലപ്പെട്ടിരുന്നു. വെടിനിർത്തൽ കരാർ ഇരുപക്ഷവും ലംഘിച്ച ശേഷം അമേരിക്കൻ സൈനികർക്ക് ജീവഹാനി സംഭവിക്കുന്ന ആദ്യത്തെ സംഭവമായിരുന്നു ഇത്. ഇതോടെയാണ് തന്ത്രപ്രധാന ലക്ഷ്യങ്ങളിൽ കൃത്യതയോടെ പ്രഹരിക്കാൻ ഇറാന് ചൈനയിൽ നിന്നോ റഷ്യയിൽ നിന്നോ സഹായം ലഭിക്കുന്നതായി സംശയമുണർന്നത്. അതിവേഗത്തിൽ സഞ്ചരിക്കുന്ന മിസൈലുകൾ ലക്ഷ്യത്തിലെത്തിക്കാനുള്ള സാങ്കേതിക മികവ് ഇറാന് വർദ്ധിച്ചതായി US ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച വാൾ സ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്യുന്നു. ഇറാന്റെ ഈ മികവിന് പിന്നിൽ ചൈനയിൽ നിന്നോ റഷ്യയിൽ നിന്നോ സഹായം ലഭിക്കുന്നുണ്ടെന്ന സംശയവും വാൾ സ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ടിലുണ്ട്. ജോർദാനിലെ US വ്യോമതാവളമായ മുവാഖഫ് സാൾട്ടി വ്യോമതാവളത്തിലേക്ക് ഇറാൻ സൈന്യം 2 ബാലിസ്റ്റിക് മിസൈലുകളാണ് അയച്ചത്. ആക്രമണത്തിൽ 2 സൈനികർക്ക് ജീവൻ നഷ്ടമായി. ഇതോടെ ഇറാനുമായുള്ള സംഘർഷത്തിൽ കൊല്ലപ്പെട്ട US സൈനികരുടെ എണ്ണം 16ആയി. ജോർദാനിൽ ഇറാൻ നടത്തിയ അതിശക്തമായ ബാലിസ്റ്റിക് മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളിൽ 2 അമേരിക്കൻ സൈനികർ കൊല്ലപ്പെട്ടു. ആക്രമണത്തിൽ 1 സൈനികനെ കാണാതാവുകയും 4 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. US സെൻട്രൽ കമാൻഡ് പുറത്തുവിട്ട പ്രസ്താവനയിലാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത്. 430-ലധികം സൈനികർക്ക് ഇതുവരെ പരിക്കേറ്റിട്ടുണ്ട്. ജൂലൈ 17 വെള്ളിയാഴ്ചയാണ് ജോർദാനിലെ US സൈനിക താവളങ്ങൾക്ക് നേരെ ഇറാന്റെ ആക്രമണമുണ്ടായത്. പങ്കാളിത്ത രാജ്യങ്ങളുടെ സൈന്യവുമായി ചേർന്ന് ഇറാന്റെ മിസൈലുകളെയും ഡ്രോണുകളെയും പ്രതിരോധിക്കുന്നതിനിടയിലാണ് 2 US സൈനികർ വീരമൃത്യു വരിച്ചതെന്ന് പെന്റഗൺ അറിയിച്ചു. പരിക്കേറ്റ 4 സൈനികർ ചികിത്സയിലാണ്. മറ്റ് നിസ്സാര പരിക്കുകളേറ്റ ജീവനക്കാർ തിരികെ ജോലിയിൽ പ്രവേശിച്ചിട്ടുമുണ്ട്. കൊല്ലപ്പെട്ട സൈനികരുടെ വിവരങ്ങൾ ബന്ധുക്കളെ ഔദ്യോഗികമായി അറിയിച്ചതിനു ശേഷം മാത്രമേ പുറത്തുവിടുകയുള്ളൂവെന്ന് സെൻട്രൽ കമാൻഡ് വ്യക്തമാക്കി. പൂർണ്ണതോതിലുള്ള യുദ്ധത്തിലാണ് തങ്ങളെന്ന് ഇറാൻ പ്രസിഡന്റ്. ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ ഇന്ന് പൂർണ്ണതോതിലുള്ള യുദ്ധത്തിലാണ് എന്നതാണ് യാഥാർത്ഥ്യം. ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ പ്രസ്താവനയിലാണ് ഇക്കാര്യം പറഞ്ഞത്. ഇറാൻ തുറമുഖങ്ങളിൽ ഉപരോധം ശക്തമായി തുടരുന്നുവെന്നും ഒരു കപ്പൽ പ്രവർത്തനരഹിതമാക്കിയതായും US സൈന്യം വെളിപ്പെടുത്തി. വ്യവസായിക യൂണിറ്റ് ആക്രമിക്കപ്പെട്ടതായി ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. വൈകിട്ട് 7 മണിയോടെയാണ് ആക്രമണമുണ്ടായത് എന്നും ആളപായമൊന്നും ഉണ്ടായിട്ടില്ലെന്നും റിപ്പോർട്ടുകളുണ്ട്. ഇപ്പോഴൊക്കെ ഇറാൻ അമേരിക്കൻ സൈനികരെ വധിക്കുന്നുവോ അപ്പോഴെല്ലാം ആ കൊലപാതകത്തിലേക്ക് പല മടങ്ങ് വില നൽകേണ്ടി വരുമെന്ന് ഇറാന് ട്രംപ് മുന്നറിയിപ്പ് നൽകി. ഇനിയും അമേരിക്കൻ സൈനികർ കൊല്ലപ്പെട്ടാൽ ഇറാനെതിരെ കൂടുതൽ ആക്രമണങ്ങൾ നടത്തുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. വടക്കൻ ഇറാഖിൽ തകർന്നു വീണ ഇറാന്റെ ഡ്രോണിലെ സ്ഫോടക വസ്തുക്കൾ നിയന്ത്രിത സ്ഫോടനത്തിലൂടെ നിർവീര്യമാക്കുന്നതിനിടെ US സൈനികർ കൊല്ലപ്പെട്ടു. അപകടത്തിൽ പരിക്കേറ്റ മറ്റൊരു US സൈനികൻ ചികിത്സയിലാണ്. ഇതോടെ ഫെബ്രുവരി 28-ന് യുദ്ധം ആരംഭിച്ചതിനു ശേഷം കൊല്ലപ്പെട്ട അമേരിക്കൻ സൈനികരുടെ എണ്ണം 17ആയി. ജോർദാനിലെ ചെങ്കടൽ തീരനഗരമായ ഖാബയിലെ രാജ്യാന്തര വിമാനത്താവളവും തുറമുഖവും ഒഴിപ്പിക്കൽ ഞായറാഴ്ച യാതൊരു തീരുമാനവും എടുത്തിട്ടില്ലെന്ന് ജോർദാൻ സർക്കാർ വ്യക്തമാക്കി. കഴിഞ്ഞ മണിക്കൂറുകളിൽ യാതൊരു സാധ്യതാഭീഷണിയും കണ്ടെത്തിയിട്ടില്ലെന്നും സർക്കാർ വക്താവിനെ ഉദ്ധരിച്ച ഔദ്യോഗിക വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. അഖാബ തുറമുഖവും രാജ്യാന്തര വിമാനത്താവളവും ഒഴിപ്പിച്ചതായി തലസ്ഥാന നഗരമായ അമ്മാനിലെ അമേരിക്കയുടെ എംബസി നേരത്തെ അറിയിച്ചിരുന്നു. എന്നാൽ കൂടുതൽ വിശദാംശങ്ങൾ എംബസി പുറത്തുവിട്ടിട്ടില്ല. ഇറാന്റെ തെക്കു പടിഞ്ഞാറൻ കുസ്താൻ പ്രവിശ്യയിലെ ദെർക്കോവിനിൽ നിർമ്മാണത്തിലിരിക്കുന്ന ആണവ നിലയത്തിന്റെ സ്ഥലത്ത് US നടത്തിയ ആക്രമണത്തെ ഇറാന്റെ ആണവോർജ ഏജൻസി അപലപിച്ചു. രാജ്യാന്തര നിയമങ്ങളുടെ ലംഘനമാണിതെന്ന് ഏജൻസി പറഞ്ഞതായും ഇറാന്റെ മെഹർ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. ആക്രമണം നടന്നത് എപ്പോഴാണ് എന്നത് മെഹർ റിപ്പോർട്ടിൽ വ്യക്തമല്ല. 2022-ലാണ് ദെർക്കോബിയിൽ ആണവ നിലയത്തിന്റെ നിർമ്മാണം ആരംഭിച്ചത്. ജൂലൈ 17 വെള്ളിയാഴ്ചയാണ് ജോർദാനിലെ US സൈനിക താവളങ്ങൾക്ക് നേരെ ഇറാന്റെ ആക്രമണം തുടങ്ങിയത്. പങ്കാളിത്ത രാജ്യങ്ങളുടെ സൈന്യവുമായി ചേർന്ന് ഇറാന്റെ മിസൈലുകളെയും ഡ്രോണുകളെയും പ്രതിരോധിക്കുന്നതിനിടയിലാണ് ആക്രമണത്തിൽ നിരവധി US സൈനികർ മരിച്ചത്. ജോർദാനിൽ ഇറാൻ നടത്തിയ അതിശക്തമായ ബാലിസ്റ്റിക് മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളിൽ 2 അമേരിക്കൻ സൈനികരാണ് കൊല്ലപ്പെട്ടത്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.